ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് എൻ്റെ ജോലികളിലൊക്കെ ഇട്ട് കിടക്കാനും പോവുകയാണ്. എൻ്റെ കുട്ടികൾ നല്ല ഉറക്കത്തിലാണ്, ദേവുട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണ്, പാവം. അങ്ങനെ ഞാൻ രാവിലെ എണീക്കും കേട്ടോ. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് കുളിച്ച് അടുക്കളയിലൊക്കെ കയറി. ഇപ്പം ഞാൻ പുട്ടാണ് നമുക്ക്, അങ്ങനെ പുട്ടിനുള്ള ഇത് വച്ചിരിക്കുകയാണ് അടുപ്പിൽ. നല്ല ചൂടുള്ള പുട്ട് 2-3 ചുട്ട് ഇനി ബാക്കി പുട്ട് ആവിക്കാനായിട്ട് പുട്ട് കുറ്റിയിലിങ്ങനെ വെച്ചിരിക്കുന്നു. പുട്ടും പഴവുമാണ് നമ്മുടെ രാവിലത്തെ കാപ്പി. ഇനി നമുക്ക് മറ്റേ അടുക്കളയിലോട്ട് പോകാം. 2 അടുക്കളയുണ്ട് കേട്ടോ. അപ്പം ഒരടുക്കള കൊച്ചടുക്കളയും ഒരടുക്കള മറ്റേ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന അടുക്കള, ഒരടുക്കള അല്ലാത്ത അടുക്കളയാണ് കേട്ടോ. ഇങ്ങനെ ചോറ് വാത്ത് വച്ചിരിക്കുന്നു, പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിരിക്കുന്നു. അങ്ങനെ രാവിലെ ആ പണികളെല്ലാം ഒരുവിധം മാറ്റിയിട്ട് ദേവൂട്ടനെ വന്ന് വിളിച്ചോണ്ട്. ദേവൂട്ടൻ ഫോൺ കണ്ടപാടെ ചെറപറ ഹായ് ഹലോ ഗേസ് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ അങ്ങോട്ട് തട്ടിവിട്ടു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് സംസാരം. ഉറങ്ങി അങ്ങോട്ട് എണീറ്റില്ല. അതിന് മുമ്പായിട്ട് തന്നെ അവൻ ഫോൺ കണ്ടതേ ഉള്ളൂ. അങ്ങ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ പോവുകയാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല കേട്ടോ, നല്ല ഹാപ്പി മൂഡാണ് അവന്. സാധാരണ ചില കൊച്ചുങ്ങളാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമവും കരച്ചിലും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവനാണെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇവനെ വിളിച്ച് ഉണർത്തി കഴിഞ്ഞ് അവൻ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെ നോക്കിക്കോളും. അവൻ സ്വന്തമായിട്ട് പല്ല് തേക്കും, സ്വന്തമായി കുളിക്കും. നമ്മൾ കുളിക്കാൻ ചെന്നാലും ഒരു വിധത്തിൽ അവൻ കേൾക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടിയാണ് എൻ്റെ ദേവൂട്ടൻ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവൻ ഉറക്കഭ്രാന്തൊന്നുമല്ല, അല്ലാതെ തന്നെ അവൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളാണ്. അങ്ങനെ അവൻ വരച്ച പടങ്ങളാണ്, അത് കാണിക്കമ്മ, ഞാൻ വരച്ച പടങ്ങളാണ്, ഒന്ന് കാണിക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് പറയുന്നു. അങ്ങനെ അവൻ വരച്ച പൂവാണിത്. നന്നായിട്ട് വരയ്ക്കും കേട്ടോ അവൻ. ചേട്ടന്മാരെ ബുക്ക് മൊത്തം വരച്ച് കൊളാക്കി അങ്ങോട്ട് വച്ചേക്കാണ്. ചേട്ടന്മാർക്ക് എന്താണെന്ന് അറിയത്തില്ല ദേഷ്യം വരുന്നത്. 2 ചേട്ടന്മാരുടെ ഒരു കുഞ്ഞു അനിയനാണ് കേട്ടോ എൻ്റെ ദേവൂട്ടൻ. മൂത്ത ചേട്ടന് ഇവൻ്റെ ഭയങ്കര സ്നേഹമാണ്. ഇവൻ വരാൻ കാത്തിരിക്കും, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും ഭയങ്കര വല്ലാത്ത സ്നേഹമാണ്. ഇളയ ചേട്ടനും 2ാമത്തെ ചേട്ടനും ഭയങ്കര സ്നേഹമാണ്. 2 പേരും. അവനാണ് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ എണീറ്റ് എൻ്റെ അടുത്ത് ഒന്നും കിടക്കും. ഇപ്പോൾ കുട വരയ്ക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരയ്ക്കുകയാണ് രാവിലെ തന്നെ. അവന് യാതൊരു മൂഡ് ഓഫോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ എണീറ്റിട്ട്. അങ്ങനെ അവൻ കുട വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പിന്നെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. വരയ്ക്കുന്നത് എന്ത് വരച്ചുകൊണ്ട് വന്നാലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു രീതി. നമ്മളതിനെ അയ്യേ മോനെ കൊള്ളില്ല എന്ന് പറഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെയും ആലോചിക്കും, അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കിനി വരയ്ക്കാനുള്ള ഒരു ഇതുമില്ല എന്നുള്ള അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാവി അവിടെ കഴിഞ്ഞില്ലേ. അവന് വരയ്ക്കാനുള്ള ആ ഒരു ഇതങ്ങ് മാറും. അതുകൊണ്ട് അവൻ എങ്ങനെ വരച്ചുകൊണ്ട് വന്നാലും ഞാൻ പറയും മോനെ കൊള്ളാം, പക്ഷേ ഇത്തിരി കൂടെ നല്ലതാക്കാനുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് ചെയ്യാറ്. അങ്ങനെ എൻ്റെ മിടുക്കനായിട്ടുള്ള മോൻ ഇതാ വരച്ച് എൻ്റെ മണ്ടേ വെച്ചിട്ട് AR എന്നൊക്കെ ആ കുടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ABCD അതിനകത്ത് എഴുതാൻ പോയതാണ്. അങ്ങനെ അവൻ അതും വരച്ചു. കണ്ണിൽ ഇച്ചിച്ചൊക്കെ ഇരിക്കുന്നു. രാവിലെ എണീറ്റ് വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെയാണ് ഇപ്പം ഈ പരിപാടിയൊക്കെ കാണിച്ച് കൂട്ടുന്നത്. എന്തൊക്കെയോ എന്ന് പറയുകയാണ് ഞാൻ വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തട്ടി വിടുകയാണ്. അടുത്ത പടം ഇതപ്പം പൂച്ചയാണ് വരച്ചത്. അപ്പം പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കടിക്കുവനെ. അതുകൊണ്ട് പൂച്ചയെ നമുക്ക് ഈ പടം കാണിക്കണ്ട. എന്നാലും ഞാൻ പറഞ്ഞു മോനെ നല്ലതാണ്, കൊള്ളാം. ഇനി അവൻ കുറേ ഇന്നലെ വരച്ചു വെച്ചിരുന്നു കുറേ പടങ്ങൾ. ഇത് ഗണപതിയാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ
നമ്മളവനെ പ്രോത്സാഹിപ്പിക്കുക. ഗണപതി അല്ലെങ്കിൽ കൂടി അവൻ ഒരു വിധത്തിൽ അവൻ അത് അത്രയും വരെ വരച്ചൊപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരിക്കലും കൊള്ളില്ല എന്ന് കുഞ്ഞുങ്ങളോട് പറയരുത്. നമ്മൾ കൊള്ളത്തില്ലെങ്കിലും മോനെ അത് ഇവിടെ തെറ്റിപ്പോയി, അവിടെ തെറ്റിപ്പോയി, അങ്ങനെ അവർ തെറ്റ് തിരുത്താൻ പഠിപ്പിക്കുക. ഇപ്പോൾ ഇനി അടുത്തത് പല്ല് തേക്കാനുള്ള പരിപാടിയാണ്. കക്കൂസിലൊക്കെ പോയി കേട്ടോ, രാവിലെ കക്കൂസിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് പല്ല് തേക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ പല്ല് തേക്കാനായിട്ട് ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ സമയം എടുക്കും കേട്ടോ. ഇങ്ങനെ ബ്രഷും പേസ്റ്റും കൊണ്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടന്നിട്ട് അതിനെ ഞെക്കിപ്പീത്തി അതിനെ കൊന്ന് ഒരു പരുവാക്കിയിട്ടാണ് അവൻ പല്ല് തേക്കുന്നത്. അങ്ങനെ ഞാൻ തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കുകയില്ല. അവൻ അവൻ്റേതായ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ അവൻ ചെയ്യുള്ളൂ. അങ്ങനെ അവൻ തന്നെ ആ പേസ്റ്റ് എടുത്ത് ബ്രഷിൽ തേച്ചിട്ട് അവൻ പല്ല് തേക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെൻ്റെ ഒരു പഴയ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി ഇനിയിപ്പം ആക്രിക്കാരെ എടുക്കുകയുള്ളൂ. അതിൻ്റെ എൻജിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറിയിരുന്നാണ് പല്ല് തേക്കുന്നത്. ചേട്ടന്മാരും അനുജന്മാരും എല്ലാം ഇപ്പം ആ ഒരു വണ്ടിയുടെ മണ്ടയിൽ കയറിയിരുന്നിട്ടാണ് അവന്മാരുടെ വേലകൾ കാണിക്കുന്നത്. അപ്പം ഇതിപ്പം ആക്രിക്കാർക്കേ കൊടുക്കാൻ പറ്റുള്ളതുകൊണ്ട് അങ്ങനെ വച്ചിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ ദേവൂട്ടിന് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കുകയാണ്. രാവിലെ കുറച്ച് തണുപ്പുള്ളത് കാരണം അവൻ അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ പുട്ടായിരുന്നല്ലോ. അങ്ങനെ പുട്ടും പഴവും കൂടെ ഞെവിടി ഞാൻ അവന് കൊടുത്തു. പിന്നെ ചായ ഫസ്റ്റിലെ അവൻ കുടിച്ചു. അങ്ങനെ അതൊക്കെ ഭയങ്കര വലിയ പാടാണ് ചായയൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ സ്കൂളിൽ പോകാനുള്ള ബുക്കും കാര്യങ്ങളും വെള്ളവും എല്ലാം ഞാൻ എടുത്തു വച്ചു. ഇത് സ്നാക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്കൂളിൽ തന്നെ ചോറുള്ളത് കൊണ്ട് ചോറ് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. വല്ലപ്പോഴും കൂടി ഇവിടെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ അവൻ ബിരിയാണി കൊണ്ടുപോകും. പിന്നെ അങ്ങനെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. സ്കൂളിൽ പോകാൻ ബാഡ്ജൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങുകയാണ്. ഭയങ്കര സന്തോഷമാണ്. ചില ദിവസങ്ങളിൽ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വലിയ ഹാപ്പിയിലങ്ങ് പോകും. ഇനി ചെന്ന് സ്നാക്സ് വാങ്ങിക്കണം. ചില ദിവസങ്ങളിൽ ഉള്ള കാപ്പി കൊണ്ടുപോകും. ഇന്ന് പുട്ടായത് കാരണം കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. 2 സമയം പുട്ട് തിന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് പുട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് കടയിൽ പറഞ്ഞു വിട്ടു. ഞാനിവിടെ നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട. ഈ കടയിലില്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ്. ഇതൊരു കൊച്ചു കടയാണെങ്കിലും പക്ഷേ എൻ്റെ അകത്ത് വിശാലമായ ഷോറൂമാണ് കേട്ടോ. കാണാൻ ചെറിയ കടയായിട്ട് തോന്നുമെങ്കിലും അകത്ത് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ മിക്ക സാധനങ്ങളും വാങ്ങിക്കുന്നത്. പെട്ടെന്ന് ഓടി വന്ന് നമുക്ക് ഒരു പഞ്ചസാര ഇല്ലെങ്കിലും തേയിലയില്ലെങ്കിലും ഉപ്പില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് വാങ്ങിക്കാൻ പറ്റുന്നൊരു കടയാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിന് കുറച്ച് അങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട 50-50 ബിസ്ക്കറ്റാണ് അവനിഷ്ടം. അത് വാങ്ങിച്ച് ബാക്കി പൈസ വാങ്ങിച്ചൊന്നും വന്ന സമയത്താണ് അവൻ്റെ കൂട്ടുകാരനെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ആ കൂട്ടുകാരനും കൂടെ ഒരു ബിസ്ക്കറ്റ് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവനും കൂടെ കൊടുത്തിട്ട് നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അവൻ്റെ ഒരു വീട്ടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീട്ടിലെ കുട്ടിയുണ്ട്, അവിടെയുള്ള കുട്ടിയാണിത്. അങ്ങനെ നമ്മൾ ബസ് കയറ്റി വിടാൻ നിൽക്കുന്നു. അവൻ്റെ വണ്ടി വന്നു. അങ്ങനെ ഞാൻ അവനെ സന്തോഷപൂർവ്വം യാത്ര അയക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ മോനും വേറൊരു കുട്ടിയും ആ വീട്ടിലുള്ളൊരു കുട്ടിയുമാണുള്ളത്. 3 കൊച്ചുങ്ങളാണ് ഈ സ്റ്റോപ്പിൽ നിന്ന് കയറുന്നത്. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്നൊക്കെ വേറെ കുട്ടികളുണ്ട്. പിന്നെ പുത്തംകുളം ദേവരാജവിലാസം LP സ്കൂളിലാണ് എൻ്റെ മോൻ പഠിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരമായി ഞാൻ എൻ്റെ മോനെ വിളിക്കാൻ പോവുകയാണ്. വൈകുന്നേരമായിരിക്കുന്നു. ഇനി ഞാൻ മോനെ വിളിക്കാൻ പോയി. അങ്ങനെ വിളിക്കാൻ ചെന്നു. ആ വണ്ടി പെട്ടെന്ന് വന്നു. മെസ്സേജ് ഇടും കേട്ടോ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക്. വണ്ടി എടുക്കാൻ സമയമായെന്ന്. ആ സമയത്ത് ഞാൻ റോഡിലോട്ട് ചെന്ന് നിൽക്കൂ. അങ്ങനെ അവൻ സന്തോഷപൂർവ്വം ഇറങ്ങി വന്നിട്ട് പറയണം, അമ്മ ഫേസ്ബുക്ക് ഇടാനാണാമോ ഈ വീഡിയോ എടുക്കുന്നത്? എങ്കിലും എടുക്കല്ലേ അമ്മ, പിള്ളേർക്കൊക്കെ നാണാവും അമ്മ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങി വരുന്നത്. അങ്ങനെ പിള്ളേർക്കെല്ലാം ടാറ്റയും കൊടുത്ത് അവനെയും വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന പാടെ സ്നാക്സ് എടുത്ത് കൊടുത്തു കഴിക്കാനായിട്ട്. അങ്ങനെ വന്നിട്ട് ചോറൊന്നും കഴിപ്പ് അങ്ങനെയൊന്നുമില്ല. സ്നാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചായയും കുടിച്ചിട്ട് ഇനി അടുത്ത ട്യൂഷന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞാനും മോനും കൂടെ ട്യൂഷന് പോകാൻ പോവുകയാണ്. ഞാൻ കൊണ്ടാക്കും വണ്ടിയിൽ എനിക്കൊരു സ്കൂട്ടി ഉള്ളത് കൊണ്ട് ഞാൻ അവനെ ആ സ്കൂട്ടിയിൽ കൊണ്ടാക്കും. കുറച്ച് ദൂരമായിട്ടാണ് ട്യൂഷൻ വീട്. അങ്ങനെ ഞാൻ ട്യൂഷൻ വീട് എത്തി. അങ്ങനെ ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ്.
അങ്ങനെ അവൻ വലിയ അങ്ങനെ അവൻ ഹാപ്പിയിൽ ട്യൂഷൻ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. കൊച്ചിന് വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇല്ല എന്നുള്ള പറച്ചിലാണ് ഓരോരുത്തർക്ക്. സത്യമാണ്, കൊച്ചിന് സ്കൂളുള്ള ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അവൻ്റെ. അത് രാവിലെ പോവുക, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനും ഇരിക്കാനും സമയമില്ലാതെ ട്യൂഷന് പോവുക, പിന്നെ രാത്രിയാവും, പിന്നെ ഹോംവർക്ക്, അങ്ങനെയുള്ള ചില വലിയ കാര്യങ്ങളാണ് കുട്ടിക്ക്. പക്ഷേ എന്നാലും പഠിക്കേണ്ട സമയത്ത് പഠിച്ചല്ലേ പറ്റൂ. അങ്ങനെ മാനെ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്ന് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, അനിയനും ചേട്ടനും തമ്മിൽ കുറച്ച് കളിയും കാര്യങ്ങളുമായിട്ട്. എപ്പോഴും പഠിത്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിൽ കുറച്ച് കളിയും കാര്യങ്ങളും ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ നല്ല കളിയായിരുന്നു. ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ വേണ്ടേ, എപ്പോഴും പഠിത്തവും കാര്യങ്ങളും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ വലിയ ഫ്രണ്ട്സുമാണ്, പക്ഷേ തമ്മിൽ 24 മണിക്കൂർ അടിയുമാണ്, 24 മണിക്കൂർ സ്നേഹമാണെന്ന് പറഞ്ഞുള്ള പോലെ. അങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചു കഴിഞ്ഞാൽ പിന്നെ കളി എന്നുള്ള വിചാരമേ ഉള്ളൂ. പിന്നെ പഠിത്തം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഇടയിൽ. കളിക്കുക എന്നുള്ള ചിന്ത. എന്നാലും ഞാൻ കൊച്ചല്ലേ, കുറച്ച് സമയത്തേക്ക് ഞാൻ അവൻ്റെ അതായിട്ടുള്ള ഫ്രീക്ക് അങ്ങ് വിട്ടു. കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ച എന്തോ കളിയാണ് അവൻ ചേട്ടന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിൽ അങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അവൻ പറയുന്നത്. സ്കൂളിൽ ഇന്ന് കളിപ്പിച്ച സംഗതികളാണ്. സ്കൂളിൽ കളിയും കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അത് കളിക്കാൻ വിടുമ്പോഴത്തേക്ക് പിള്ളേരെ നല്ല കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ അവരെ ഷവർമ്മ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വച്ചിരുന്നു. അങ്ങനെ അത് കളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവന് ഷവർമ്മ കൊടുത്തു. ഷവർമ്മ കഴിക്കാൻ പാടില്ല കുട്ടികൾ എന്നറിയാം, എന്നാലും ഒരു ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ ഷവർമ്മ അവൻ കഴിച്ചു. അവൻ്റെ ചേട്ടന്മാർക്കും കൊടുത്തു, അവനും കഴിച്ചു. ഞാനും അതിൻ്റെ പകുതി കഴിച്ചു. പിന്നെ അടുത്തതായിട്ട് ഇനി ഹോംവർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഒരു സമയവും റെസ്റ്റ് ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കും. സ്കൂളുള്ള സമയമുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്ത സമയം വലിയ കുഴപ്പമൊന്നുമില്ല. സ്കൂളില്ലാത്ത സമയം ശനിയും ഞായറും അവൻ പാട്ടിന് പോകുന്നുണ്ട്. വൈകുന്നേരത്താണ്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവന് റെസ്റ്റാണ്. പക്ഷെ വൈകുന്നേരം കഴിഞ്ഞിട്ട് വീണ്ടും അവന് പാട്ടിന് പോകണം. പാട്ടിന് പോയിട്ട് വന്നിട്ട് അവന് പിന്നെ കളിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ പഠിത്തമുള്ള ദിവസം മാത്രമേ ഉള്ളൂ, സ്കൂളുള്ള ദിവസം മാത്രമാണ് ഇത്രയും അവന് ഇത് വരുന്നത്, റെസ്റ്റ് ഇല്ലാതെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ശരി മോനെ, ഹോംവർക്ക് എഴുതി കഴിഞ്ഞെങ്കിൽ നീ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം നീ പറയാമെന്ന് പറഞ്ഞിട്ടു അത് സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് പങ്കുവയ്ക്കുകയാണ്. ചേട്ടനും അനിയനും കൂടെ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ശ്രീദേവ കുമാർ ഏത് പാട്ടാണ് പാടുന്നത്? ഓക്കെ, പാടിക്കോ. അങ്ങോട്ട് നോക്കി പാടും. ഇവിടെ നിൽക്കൂ, അങ്ങോട്ട് നോക്കി പാടൂ. അങ്ങനെ അവരെ കളിയും ചിരിയും എല്ലാം കഴിഞ്ഞു. ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് അവന് ചോറ് കൊടുക്കാൻ പോവുകയാണ്. തിന്നതെല്ലാം തേച്ച് കാണുമല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ അഭ്യാസങ്ങൾ. അങ്ങനെ ചോറും രസവും മീൻ പൊരിച്ചതുമായിരുന്നു. അങ്ങനെ അവന് ഞാനത് വാരി കൊടുത്തു. അപ്പോൾ അവൻ അതുപോരാ, അവൻ തന്നെ വാരി തിന്നണമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു.
വായൊക്കെ കൊപ്പിളിച്ചു. ഇനി ദേവൂട്ടന് ഉറങ്ങുന്ന സമയം. ദേവൂട്ടൻ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പാവം. ഇങ്ങനെയാണ് എൻ്റെ ദേവൂട്ടൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നതും ഒരു ദിവസം കഴിയുന്നതും. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.